നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി 5:29 വളരെ പ്രത്യേകമായ സുവിശേഷ ഭാഗമാണ്. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. വലത് കണ്ണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. ഇതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. വലത് കണ്ണ് നിനക്ക് പാപ കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്തെറിഞ്ഞു കളയാം. വ്യാഖ്യാനം: നാം യഥാർത്ഥ പാപം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, പാപത്തിന്റെ സന്ദർഭം ഉപേക്ഷിക്കുക കൂടി വേണം. അതുകൊണ്ട് വ്യഭിചാരം പ്രവൃത്തിയാൽ മാത്രമല്ല, ഹൃദയത്തിലും ഉപേക്ഷിക്കണം. ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തെക്കുറിച്ചാണ്. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നതാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ കണക്ഷനിലൂടെയാണ് ഇത് വരുന്നത്. വ്യഭിചാരം പ്രവൃത്തിയാൽ മാത്രമല്ല, ഹൃദയത്തിലും ഉപേക്ഷിക്കണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം അടുത്തതാണ് ഈ കണ്ണ്, വലത് കണ്ണ്. കാരണം നമ്മൾ അവിടെ അതിനു മുമ്പ് പറഞ്ഞത് നീ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കണ്ണിലൂടെയാണ് നോക്കുന്നത് എന്ന് വിചാരിച്ച്, അപ്പം അതിൻ്റെ സാരാംശം ഇതാണ്: പാപത്തിൻ്റെ സന്ദർഭങ്ങളും വെട്ടിമാറ്റാൻ പഠിപ്പിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. യഥാർത്ഥ പാപം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, പാപത്തിൻ്റെ സന്ദർഭം ഉപേക്ഷിക്കുക കൂടി വേണം. അതുകൊണ്ട് വ്യഭിചാരം പ്രവൃത്തിയാൽ മാത്രമല്ല, ഹൃദയത്തിലും ഉപേക്ഷിക്കണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം പാപത്തിൻ്റെ സന്ദർഭങ്ങളും വെട്ടിമാറ്റാൻ പഠിപ്പിക്കുന്നു. അതാണ് പാപത്തിൻ്റെ സന്ദർഭങ്ങളും വെട്ടിമാറ്റാൻ പഠിപ്പിക്കുന്നു വിശുദ്ധ ക്രിസ്തോസ്തം പിതാവ്. എന്നാൽ പ്രവാചകൻ പറയുന്നു, നിന്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമില്ല. സങ്കീർത്തനം 38:3. നിന്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമില്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ കുറവിന് തുല്യമായ ശിക്ഷയായിരിക്കാൻ വേണ്ടി അവയവം വെട്ടിമാറ്റണം. ശരീരത്തിൻ്റെ കുറവിന് തുല്യമായ ശിക്ഷ ആക്കാൻ വേണ്ടി അവയവം വെട്ടിമാറ്റണം. അപ്പോൾ ഇത് ശാരീരിക നേത്രത്തെയോ കരത്തെയോ സംബന്ധിച്ചുള്ളതായിരിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മുഴുവൻ മനുഷ്യനും പാപത്തിന് മരിച്ചിരിക്കുന്നു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ ചൂഴ്ന്ന് കളയുക എന്നെല്ലാം പറയുന്നത് അതിൻ്റെ അക്ഷരാർത്ഥത്തിനപ്പുറത്തുള്ള ആന്തരിക അർത്ഥത്തെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മുഴുവൻ മനുഷ്യനും പാപത്തിന് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കണ്ണ് തിന്മയിലേക്ക് നോക്കാതിരിക്കുമ്പോൾ നീക്കപ്പെടുന്നു. എന്നാൽ ഈ വിശദീകരണം മുഴുവൻ കാര്യത്തെയും സ്പർശിക്കുന്നില്ല. എന്തെന്നാൽ നിന്റെ വലത്തെ നേത്രം നിന്നെ ദ്രോഹിക്കുമ്പോൾ എന്ന് അവിടെ നിന്ന് പറയുന്നു. ഇപ്പോൾ ഇടത്തെ കണ്ണ് എന്ത് ചെയ്യുന്നു? അത് വലത്തെ കണ്ണിന് എതിരാണോ? അത് കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുന്നല്ലോ. അതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സൂചനയെ തന്നിട്ടുള്ളൂ. നമ്മളിതെല്ലാം വായിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ വലത്ത് കണ്ണ് നിനക്ക് പാപ കാരണമാകുമെങ്കിൽ അപ്പോൾ ഇടത്തെ കണ്ണ് എന്താ ചെയ്യണേ ആ സമയത്ത്? അപ്പോൾ ഇടത്തെ കണ്ണ് എന്ത് ചെയ്യുന്നു? അത് വലത്തെ കണ്ണിന് എതിരാണോ? അത് കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുന്നല്ലോ. വിശുദ്ധ ജെറോം. അതുകൊണ്ട് വലത്തെ കണ്ണ്, വലത്തെ കൈ എന്നിവ കൊണ്ട് സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവരുടെ സ്നേഹമായി മനസ്സിലാക്കണം. അതാണ് ഒരു ഇൻ്റർപ്രിറ്റേഷൻ. വിശുദ്ധ ജെറോം പറയാണ്, വലത്തെ കണ്ണ്, വലത്തെ കൈ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, അവനുണ്ടല്ലോ, അവൻ മറ്റേ ആളുടെ വലത് കൈയാ. നമ്മൾ സാധാരണ പറയാറുള്ളതല്ലേ, ഇന്നാളെ അവൻ അങ്ങേരുടെ വലത് കൈയാണ് എന്ന മാതിരി വലത്തെ കണ്ണ്, വലത്ത് കൈ എന്നിവ കൊണ്ട് സഹോദരങ്ങൾ,
ഭർത്താക്കന്മാർ, ഭാര്യമാർ, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവരുടെ സ്നേഹമായി മനസ്സിലാക്കണം. അത് ശരിയായ പ്രകാശം തടയുമെങ്കിൽ നമ്മിൽ നിന്ന് മാറ്റിക്കളയണം. അത് ശരിയായ പ്രകാശം തടയുമ്പോൾ, അപ്പോൾ ഇത്രയും വളരെ അടുത്ത ബന്ധത്തിലുള്ളവരാണെങ്കിലും ശരിയായ പ്രകാശം തടയുമ്പോൾ നമ്മിൽ നിന്ന് മാറ്റിക്കളയണം. അതാണ് വിശുദ്ധ ജെറോം പറയുന്നൊരു കാര്യം. ഇനി വീണ്ടും പിന്നീട് ജെറോം പറയും, നമ്മൾ അതിനു മുമ്പ് അഗസ്തീനോസ് പിതാവ് പറയുന്നത് എന്താണെന്ന് കാണാം. കണ്ണ് ധ്യാനത്തെ സൂചിപ്പിക്കുന്നു, കൈ കൃത്യമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. കണ്ണ് എന്നതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കണ്ണ്. തീവ്ര വാത്സല്യം തോന്നുന്നവർ, ഞാൻ എൻ്റെ കണ്ണിനെ എന്ന പോലെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. കണ്ണ് എന്ന പോലെ നമുക്ക് ആലോചന തരുന്ന സുഹൃത്തും നമുക്ക് വഴി കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്ത്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കാം. ഒരുപക്ഷെ വലത് കണ്ണ് എന്നത് വാത്സല്യത്തിൻ്റെ ഉയർന്ന അളവ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അത് നഷ്ടപ്പെടാമെന്നതിനാലാണ് മനുഷ്യർ ഏറ്റവും ഭയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദം ഒരിക്കലും നഷ്ടപ്പെടരുത്. അവനുമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അത്തരത്തിലുള്ള ഒരു വാത്സല്യം അടങ്ങുന്ന ഒരു ബന്ധം. അഥവാ വലത്ത് കണ്ണ് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങളിൽ നമുക്ക് ഉപദേശം തരുന്നവരെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലും ചിലവർ നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഉടനെ അങ്ങേരോടൊന്ന് ചോദിച്ച് ആ ആത്മീയമായ ഒരു ഗൈഡൻസ് കിട്ടിയാലേ ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒരാത്മീയ സുഹൃത്ത് കാര്യങ്ങളെ പ്രാർത്ഥിച്ച് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു ആലോചന കൗൺസിൽ തരാനുണ്ട്. കൗൺസിലർ എന്ത് കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് ഞാനൊന്ന് ആ കൗൺസിലറോട് ചോദിക്കട്ടെ. ഒരു വിധത്തിൽ നല്ലതാണ്. പക്ഷേ നമുക്ക് കേൾക്കാം, വലത് കണ്ണ് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങളിൽ, അതായത് ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ഉപദേശം തരുന്നവരെയാണ്. ഇടത് കണ്ണ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭൗമിക കാര്യങ്ങളിൽ ഉപദേശം തരുന്നവരെയാണ്. ഇതായിരിക്കും അതിൻ്റെ അർത്ഥം. വലത് കണ്ണുപോലെ നീ സ്നേഹിക്കുന്ന എന്തെങ്കിലും നിന്നെ ദ്രോഹിക്കുന്നുവെങ്കിൽ, അതായത് നിന്റെ യഥാർത്ഥ സന്തോഷത്തിന് തടസ്സമായിരിക്കുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് ചൂഴ്ന്നെടുത്ത് കളയുക. എന്തെന്നാൽ വലത്തെ കണ്ണിനെ പറ്റി പറയുന്നത് ഉപേക്ഷിച്ചാൽ ഇടത്തെ കണ്ണിനെ പറ്റി പറയുന്നത് ഉപരിപ്ലവമാകും, അനാവശ്യമാകും. വലത് കൈ ദൈവിക കാര്യങ്ങളിലുള്ള ഹൃദയപൂർവകമായ സഹകാരിയാകണം, ഇടത് കൈ ഭൗമിക കാര്യങ്ങളിലുള്ള സഹായിയും. വിശുദ്ധ ക്രിസോസ്റ്റോം പിതാവ് അല്ലെങ്കിൽ ക്രിസ്തു ഉപദേശിക്കുന്ന ഇതാണ്: നമ്മുടെ പാപത്തെപ്പറ്റി മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ സ്വന്തക്കാരും പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. നിന്റെ കണ്ണുപോലെ നിന്നെ കാണുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, നിന്റെ വലതുകരം പോലെ പ്രവർത്തിക്കുന്നവനുണ്ടെങ്കിൽ, അവൻ ഉതപ്പുണ്ടാക്കണമോ തരം താണതോ ആയ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് അറിഞ്ഞാൽ അവനെ മാറ്റിക്കളയണം. അവൻ ഒരു ദ്രോഹമാണ്. എന്തെന്നാൽ നമ്മുടെ പാപങ്ങളുടെ കണക്ക് മാത്രമല്ല, നമുക്ക് തടയാൻ കഴിയുന്ന അയൽക്കാരുടെ കണക്കും ബോധിപ്പിക്കേണ്ടി വരും. വിശുദ്ധ ഹിലാരി അങ്ങനെ നിർമ്മലതയുടെ കൂടുതൽ ഉയർന്ന പടി നിർദ്ദേശിച്ചു തരുന്നു. അതാണ് വിശുദ്ധിയുടെ, നിർമ്മലതയുടെ കൂടുതൽ ഉയർന്ന പടി നിർദ്ദേശിച്ചു തരുന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാത്രമല്ല, പുറമേ നിന്ന് നമ്മെ സ്പർശിക്കുന്ന പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മുന്നറിയിപ്പ് നൽകുന്നു. വിശുദ്ധ ജെറോം സ്ത്രീയെ നോക്കുന്നതിൽ ആസക്തിയുണ്ടാകൂ എന്നതിനെ പറ്റി മുകളിൽ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മുടെ ചിന്തയും ഇന്ദ്രിയങ്ങളും ചുറ്റിക്കറങ്ങുന്നത് നമ്മുടെ കണ്ണായിട്ട് അവിടുന്ന് പറയുന്നു. വലതുകരം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ആഗ്രഹം, വാത്സല്യം എന്നിവയുടെ ചലനങ്ങളാണ്. അപ്പോൾ കണ്ണ് എന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ ഇമാജിനേഷനും. അപ്പോൾ ആ പാപമാർഗങ്ങളെ ചുറ്റിക്കറയുന്നെങ്കിൽ അതിനെ വെട്ടി മാറ്റണം, അതായത് ആ ചിന്ത മാറ്റണം. ഇപ്പം നമ്മുടെ തലയിൽ ഒരു പക്ഷി വന്നിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ ഇരിക്കാൻ അനുവദിക്കുമോ? നമ്മൾ ഉടനെ അതിനെ തട്ടി മാറ്റും. അങ്ങനെ നമുക്കൊരു കഴിവുണ്ട്. അപ്പോൾ സ്ത്രീയെ നോക്കുന്നതിൽ ആസക്തി ഉണ്ടാവൂ എന്നതിനെ പറ്റി മുകളിൽ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മുടെ ചിന്തകളും ഇന്ദ്രിയങ്ങളും ചുറ്റിക്കറങ്ങുന്നത് നമ്മുടെ കണ്ണായിട്ട് അവിടെ നിന്ന് പറയുന്നു.
വലതുകരം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ആഗ്രഹം, വാത്സല്യം എന്നിവയുടെ ചലനങ്ങളാണ്. ഇനി വിശുദ്ധ ക്രിസോസ്തോം പിതാവ്, ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. ശരീരത്തിനും അതിൻ്റെ അവയവങ്ങളുണ്ട്. അതായത് ഇടത്തെ കണ്ണ് അതിൻ്റെ വിശപ്പും, അതായത് ഇടത്തുകരവും. എന്നാൽ ആത്മാവിന്റെ ഭാഗങ്ങളെ നീതിയുള്ളവ എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര മനസ്സോടും നീതിയുടെ നിയമത്തിന്റെ കീഴിലുമാണ്. അത് നീതിപൂർവം കാണാനും പ്രവർത്തിക്കാനും തന്നെ. ഇത് മറ്റൊരു വ്യാഖ്യാനമാണ്. ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. ശരീരത്തിനും അതിൻ്റെ അവയവങ്ങളുണ്ട്. അതായത് ഇടത്തെ കണ്ണ് അതിൻ്റെ വിശപ്പും ഇടത്ത് കരവും. എന്നാൽ ആത്മാവിന്റെ ഭാഗങ്ങളെ നീതിയുള്ളവ എന്ന് വിളിക്കുന്നു. എന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര മനസ്സോടെയും നീതിയുടെ നിയമത്തിന്റെ കീഴിലാണ്. അത് നീതിപൂർവം കാണാനും പ്രവർത്തിക്കാനും തന്നെ. എന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾ സ്വതന്ത്ര മനസ്സുള്ളവയല്ല. അവ പാപത്തിന്റെ നിയമത്തിന് കീഴിലാണ്. അവയെ ഇടത്തേത് എന്ന് വിളിക്കുന്നു. എന്നാൽ അവിടുന്ന് ശരീരത്തിന്റെ അവയവത്തെ മുറിച്ച് എറിയാൻ കൽപ്പിക്കുന്നില്ല. നമുക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ സൂക്ഷിക്കാം, അതിനപ്പുറത്ത് ഒന്നും ചെയ്യരുത്. ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് മുറിച്ചെറിയാനാവുകയില്ല. എന്നാൽ മനഃപൂർവ്വം തിന്മയെപ്പറ്റി ചിന്തിക്കുകയും ലക്ഷ്യം വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീതിപൂർവകമായ ആഗ്രഹങ്ങളും ശരിയായ മനസ്സും നമ്മെ എതിർക്കുന്നു. അതുകൊണ്ട് അവയെ മുറിച്ചു കളയാൻ അവിടുന്ന് പറയുന്നു. അവയെ നമുക്ക് മുറിച്ചു കളയാം, കാരണം നമ്മുടെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ്. അപ്പൊ ഇവിടെയും വിശുദ്ധ ക്രിസോസ്തോം പറയുന്നത് നമ്മുടെ ശരീരത്തിന് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളും അവയവങ്ങളും ഉള്ളതുപോലെ ആത്മാവിനും ആന്തരിക അവയവങ്ങളുണ്ട്. ശരീരത്തിന് കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. അപ്പോൾ ശരീരത്തിന്റെ കണ്ണ് എന്ന പോലെ നമ്മുടെ ആന്തരികമായ കണ്ണുണ്ട്. ശരീരത്തിനും അതിൻ്റെ അവയവങ്ങളുണ്ട്. അതായത് ഇടത്തെ കണ്ണ് അതിൻ്റെ വിശപ്പും ഇടത്തെ കരം. എന്നാൽ ആത്മാവിന്റെ ഭാഗങ്ങളെ നീതിയുള്ളവ എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര മനസ്സോടും നീതിയുടെ നിയമത്തിന്റെ കീഴിലുമാണ്. അത് നീതിപൂർവം കാണാനും പ്രവർത്തിക്കാനും തന്നെ. അപ്പോൾ ശരീരത്തിന്റെ വാസന അത് നല്ല ഒരു ശൈലിയാണ്. നമുക്കത് അങ്ങനെ ചിന്തിച്ചാൽ മതി. ശരീരത്തിന്റെ വാസന, ആത്മാവിന്റെ പ്രേരണ ഉണ്ടോ, അതാണ്. അപ്പൊ എന്ന പോലെ തന്നെ ശരീരത്തിന്റെ കണ്ണ്, ആത്മാവിന്റെ കണ്ണ് ആത്മീയമായ ശക്തിയാൽ നയിക്കപ്പെടുന്നതാണ്. ആത്മീയമായ ശക്തിയാൽ. എന്നാൽ ശരീരത്തിൽ മനുഷ്യരിലുള്ള പാപവാസനകളുണ്ട്. ഇപ്പോ നമുക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ സൂക്ഷിക്കാം. ആശയടക്കം, ഈ ആശയടക്കം എന്ന് പറഞ്ഞാൽ എളുപ്പം നടക്കുന്ന കാര്യമല്ല അത്. ആശയടക്കം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആത്മസംയമനം. അപ്പൊ ഈ ആത്മസംയമനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്. അതായത് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഈ വരം പ്രാർത്ഥനാപൂർവം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ അതിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിന് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഒറിജിനൽ സിൻ, ആദ്യത്തെ പാപം ഉണ്ടായത് തന്നെ അവിടെയല്ലേ. ആദവും ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ ആ പഴം മാത്രം ഭക്ഷിക്കരുത്. അവർക്ക് അത് നല്ലതായിട്ട് മനസ്സിലായി. പിശാച് വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ പ്രശ്നം മാറി കേട്ടോ. പിശാച് വന്ന് അവരോട് ചോദിച്ചു, നിന്നോട് ഈ തോട്ടത്തിലെ പഴങ്ങളൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം, ഈ ഒരെണ്ണത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം ഭക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അതും കൂടി ഭക്ഷിച്ച് അയച്ചാൽ എന്നാ ഉണ്ടാകാനാ? പിശാചി ഒരു തോട്ട്. അപ്പോ ഹവ്വ പറഞ്ഞു, അയ്യോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് ഭക്ഷിക്കുന്ന നിമിഷം നീ മരിക്കും. ഇത് പറഞ്ഞ് തീർന്നേക്കുന്ന മുമ്പ് പിശാച് പറഞ്ഞു, നീ മരിക്കില്ല, നീ ദൈവത്തെ പോലെയാകും. അതകത്ത് കയറി കണ്ടോ, അത് അതിന്റെ മോളിൽ സൂപ്പർ ഇമ്പോസ് ആയി. ദൈവത്തെ പോലെയാവോ. അത് കഴിഞ്ഞിട്ട് അവൾ ആ ഫലം നോക്കിയപ്പോൾ അത് കണ്ണിന് ആസ്വാദ്യകരവും രുചി ഉള്ളതായിട്ട് തോന്നിന്ന് കണ്ടോ. അതെങ്ങനെയാണ് അത് ഇത്രയും നേരം തോന്നാത്തത് ഇപ്പോൾ രുചിയുള്ളതായിട്ട് തോന്നിയത്?
അതാണ് പ്രശ്നം, മനുഷ്യന്റെ പ്രശ്നം അതാണ്. അത് പിന്നെ നോക്കുമ്പോൾ അത് രുചിയുള്ളതായിട്ട് തോന്നിയിരുന്നു. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. കണ്ടോ, എന്ത് സ്ട്രോങ് ആയിട്ടാ പറയണേ, നേരെ ഓപ്പോസിറ്റ് പറയാണ്. നീ മരിക്കയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും. അതാണ്. ഇതെന്ത് അതോറിറ്റി എന്നാ വരുന്നത്? ഒരു അതോറിറ്റി ഇല്ല. ഇവിടെയാണ് നമ്മൾക്കുണ്ടാവേണ്ട വിവേചനം. ഇവിടെയാണ് ക്രിസ്തു ജ്ഞാനമായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലിരുന്ന് ഈ ക്രിസ്തു പറയണം, അത് തെറ്റാണ് മോനെ, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യം. എങ്ങനെ അവൾക്കിത് മനസ്സിലായത് ആസ്വാദ്യമാണെന്ന്? ആ അർത്ഥത്തിലാണ് ഞാൻ ചിന്തിച്ചത് രുചി എന്ന് പറയുന്നത്. ആസ്വാദ്യം, പഴം ആസ്വാദ്യം, കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുന്നു. ഈ പഴം തിന്നാലേ അറിവേകാൻ കഴിയൂ. ഇപ്പൊ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരല്പം തമാശയാണ് കേട്ടോ. ഒരിക്കൽ ഒരു ധ്യാനത്തില് ഒരു സഹോദരി വന്ന് ഒരു സാക്ഷ്യരൂപത്തിൽ പറഞ്ഞപ്പോൾ അതങ്ങ് സത്യം പുറത്തു വന്നു പോയി. അപ്പൊ വിഷയം ഇതായിരുന്നു, ഒരു ആന്തരിക സൗഖ്യത്തിന്റെയൊക്കെ സംഭവമായിരുന്നു. അതായത് അവൾ പറഞ്ഞതാണ്, എനിക്ക് 3 പെൺമക്കളായി, 3 പെൺമക്കളെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി വരുന്നത് ഒരു ആൺകൊച്ചായിരിക്കണം, ആൺകൊച്ച് മതി കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥന വർദ്ധിച്ച് നേർന്നു. ഇതാണ് വിഷയം. അപ്പോ അന്നത്തെ സബ്ജക്റ്റ് ഇതായിരുന്നു, അങ്ങനെ ആൺകൊച്ച് വേണം എന്ന് ഗർഭസ്ഥ കാലകഷ്ടം മുഴുവനും ചിന്തിച്ചിരിക്കുമ്പോൾ, പക്ഷെ പിറന്നത് പെൺകൊച്ചാണെങ്കിൽ ആ പെൺകൊച്ചിൽ ആണുങ്ങളുടെ സ്വഭാവം ഉണ്ടാവും എന്നുള്ളതായിരുന്നു വിഷയം. എന്നിട്ട് ഇവള് പറഞ്ഞത് ഭയങ്കര രസകരമാണ്. 3 പെൺമക്കളെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇനിയുള്ളതൊരു ആൺകൊച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞാനുള്ള പള്ളികളിലൊക്കെ നേർന്ന് ഗുരുവായൂർ വരെ നേർന്നു. നമ്മുടെ ചിന്തകൾ എന്തെല്ലാം തരത്തിൽ നമ്മളെ ആത്മീയതയിൽ നിന്ന് അകറ്റാം. എനിവേ, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. വിഷയം ഇതാണ്, നമ്മൾക്ക് ആന്തരിക കണ്ണുകളുണ്ട്, ആന്തരിക അവയവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ദർശനപരം, കർത്താവിന്റെ ദർശനം കാണാം. എങ്ങനെയാ ദർശനം കാണുന്നത്? ആന്തരിക നയനങ്ങളിലൂടെയാണ്. കർത്താവിന്റെ സ്വരം കേൾക്കാം. എങ്ങനെയാണത്? ആന്തരിക കാതുകളിലൂടെയാണ്. എന്ന പോലെ ആന്തരിക സ്പർശനമുണ്ട്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പുറത്തല്ല സ്പർശനം ഉണ്ടാകുന്നത്, അകത്തൊരു സ്പർശനം ഉണ്ടാകുന്നു. അതുപോലെ അഭിഷേകത്തിന്റെ വാസന, ചില സമയത്ത് നല്ല വാസന, പരിമളം, അത് ആന്തരികമായി ഉണ്ടാകുന്ന ഒരു വാസനയാണ്. അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് വാസനയുണ്ടോ? ഇല്ല, ഞങ്ങൾക്കൊരു വാസനയില്ലല്ലോ. അയ്യോ, എനിക്ക് ഭയങ്കര മുല്ലപ്പൂവിന്റെ വാസന ഉണ്ടാകും. അത് നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ, അത് ആന്തരികമായി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് പാരലായി ആന്തരിക ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ ഈ ആന്തരിക ഇന്ദ്രിയങ്ങൾ ദൈവോന്മുഖമാണ്. അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവിന്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാം. എന്നാൽ അതുമായിട്ട് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ പറ്റും. പക്ഷേ കോൺട്രഡിക്ഷനായിട്ട് ബാഹ്യേന്ദ്രിയങ്ങൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇവിടെ പറയാണ്, ശരീരത്തിന്റെ കണ്ണ്, അതാണ് ബാഹ്യ ഇന്ദ്രിയം, ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. അതാണ്. മറിച്ച് ശരീരത്തിന്റെ കണ്ണിന്റെ പ്രതിഫലനമല്ല ആന്തരിക കണ്ണ്. ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. ശരീരത്തിനും അതിന്റെ അവയവങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇടത്തും വലതും എന്ന് പറയണതിനെ ഇപ്പൊ ഡിവൈഡ് ചെയ്യാണ്. ഇടത്ത് എന്ന് പറയുന്നത് ശരീരത്തിന്റെ കണ്ണും വലത്തെ കണ്ണ് എന്ന് പറയുന്നത് ആന്തരികമാകാം. അതാണ് ഇടത്തെ കണ്ണ്, അതിന്റെ വിശപ്പ്, ഇടത്തെ കരം, എന്നാൽ അതെല്ലാം ശരീരത്തിന്റെയാണ്. ഇടത്തെ കശം. ആത്മാവിന്റെ ഭാഗങ്ങളെ നീതിയുള്ളവ എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര മനസ്സോടും നീതിയുടെ നിയമത്തിന്റെ കീഴിലുമാണ്. അത് നീതിപൂർവം കാണാനും പ്രവർത്തിക്കാനും തന്നെ. എന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾ സ്വതന്ത്ര മനസ്സുള്ളവയല്ല, അവ പാപത്തിന്റെ നിയമത്തിന് കീഴിലാണ്. അവയെ ഇടത്തേതെന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അതാണ് ഇടത്തേത്.
നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ നോക്കിയേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണേ. കണ്ടോ, എവിടെയാ? നമ്മുടെ ചുണ്ടിലല്ല, നമ്മുടെ ആന്തരികമായ സംസാരത്തിൽ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണേ. ശത്രു നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങളിൽ ശത്രു. കണ്ടോ, ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. തമ്പുരാൻ ഹൃദയത്തിലുണ്ട്. എന്നിട്ട് എങ്ങനെയാണിത്? പിതാവിൻ്റെയും, ശ്രദ്ധിക്കണം, ഇനി പിതാവ് എന്ത് ചെയ്തു? പിതാവ് പുത്രനെ അയച്ചു. കണ്ടോ, പുത്രന്റെയും, ഈ പിതാവും പുത്രനും കൂടി എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ഈ ഇടത്തേതിനനുസരിച്ചുള്ള ജീവിത രീതിയിൽ നിന്നും നമ്മളെ ദൈവത്തിന്റെ വലത്തേതിലേക്ക് മാറ്റി. കണ്ടോ, അതാണ് വലതുവശം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കണ്ടോ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടു വശമാണ്. അതായത് ഇടത്തേതിൽ നിന്ന് വലത്തേതിലേക്ക് മാറി. എന്നാൽ പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്കല്ല, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിന്റെയും. അപ്പോ നമ്മുടെ ജീവന്റെ തന്നെ രഹസ്യം ഇടത്തേതിനനുസരിച്ചുള്ള ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക്, ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു. വലത്തേക്ക് മാറ്റിയെറി. കടപ്പുറത്ത് അവര് വലയിട്ടിട്ട് മീനൊന്നും കിട്ടുന്നില്ല. അപ്പോ കരയ്ക്ക് നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, മീൻ വലതുണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നുമില്ല. അവര് വിചാരിച്ചൊരു കസ്റ്റമർ രാവിലെ മീൻ മേടിക്കാൻ വന്നേക്കണമെന്ന് വിചാരിച്ച്. അപ്പോ കടലിൽ നിന്ന് അവര് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി മേടിച്ചോ, ഞങ്ങളുടെ കയ്യിൽ മീനൊന്നുമില്ല. പക്ഷെ ഇയാൾ അവിടെ നിന്ന് പോണില്ല. ഇയാൾ അവിടെ നിന്ന് ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, വലത്തോട്ട് മാറ്റിയറിയേ. വള്ളത്തിലിരിക്കണ ഇവരാരുടെ നമ്മളെ പഠിപ്പിക്കാൻ. അങ്ങനെ അവിടെ ചർച്ച നടത്തും. എന്തെങ്കിലും ആവട്ടെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, ഇനി ആ പറയണമാതിരി അങ്ങ് ചെയ്യാം. എടാ, എന്ത് ചെയ്യാൻ? ഈ കടലിൽ വലതും ഇടത്തും തമ്മിൽ എന്ത്? ഈ ബോട്ടിന്റെ, ഈ വള്ളത്തിന്റെ ഇടത്തുനിന്നും ഇട്ട് വല മാറ്റി വലത്തുനിന്ന് ഇട്ടതിന് ഇത്ര പേർക്ക് മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഇവിടെ മീൻ ഒന്നും ഇല്ലെന്ന്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പിന്നെ ഈ ഇടതും വലതും തമ്മിൽ എന്ത് ബന്ധം? അപ്പൊ യോഹന്നാനും പത്രോസും തമ്മിൽ എന്നാലും പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്നാൽ ശരി. എന്നിട്ട് വല ഇടത്തുവശത്തുനിന്ന് എടുത്ത് വലതുവശത്തിട്ട്, വലതുവശത്തിട്ട് പൊക്കാൻ നോക്കിയിട്ട് വല പൊങ്ങണില്ല. ഇത് പറ്റി? വലടുത്ത് കൊളുത്തി പിടിച്ചോ? ഇല്ലില്ല, കൊളുത്താൻ വഴിയില്ലല്ലോ. നോക്കുമ്പോ എന്തോ ഭയങ്കര പെടപ്പ്. വല ഇപ്പൊ പിടിക്കുമ്പോ അറിയാം, നല്ല പെടപ്പ്, നല്ല വലിയ കാളാഞ്ചി, വലിയ മത്സ്യങ്ങളെല്ലാം അതിൽ നിറഞ്ഞിരിക്കണു. പിടിച്ച് കയറ്റാൻ പറ്റണില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. യോഹന്നാൻ അപ്പ പറഞ്ഞിടാ, കരയ്ക്ക് നിൽക്കണത് കർത്താവാണ്ടോ. അപ്പോഴാണ് പത്രോസിന് കണ്ണ് തുറന്നു. കണ്ടോ, കണ്ണ് തുറന്നു. പത്രോസ് ഉടനെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലട്ടോ, ഞാനിതിനകത്തില്ല, ഞാൻ വേഗം കരക്കിലേക്ക് പോകാനെന്ന് പറഞ്ഞു വള്ളവും വലയെല്ലാം വിട്ട് വേഗം ആള് നഗ്നനായിരുന്നു വസ്ത്രമൊക്കെ ഉടുത്തുകൊണ്ട് ഒറ്റച്ചാട്ടം. കണ്ടോ, ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇപ്പോ? ചാടി നീന്തി കർത്താവിൻ്റെ അടുത്ത് ചെന്ന് തവേ. അപ്പോഴേക്കും അവര് വലിച്ച് കരയ്ക്ക് അടുത്തു. ഇതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മീയ ശക്തിയാണ് വലതുവശം. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് വലതുവശം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബാഹ്യ നേത്രങ്ങളും ബാഹ്യ കരങ്ങളും എല്ലാം ഇടതുവശം, എന്നാൽ ആന്തരിക നേത്രങ്ങൾ, ആത്മീയ നേത്രങ്ങൾ വലതുവശം. ഇത്രയും വെച്ച് നമുക്കിവിടെ നിർത്താം. നമുക്കൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് വശമുണ്ട്. എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും കണ്ടോ പരിശുദ്ധാത്മാവിൻ്റെയും ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് എറിയണം. വലതുവശം ഉയർപ്പിന്റെ വശമാണ്, ദൈവശക്തിയുടെ വശമാണ്, ആത്മീയതയുടെ വശമാണ്, ദൈവികതയുടെ വശമാണ്. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതമാകേണ്ടത്. അങ്ങനെയെല്ലാം ആ വലതുവശത്തെ കേന്ദ്രീകരിക്കുമ്പോൾ അവന്റെ ജീവിതം ധന്യമാകും, അവന്റെ ജീവിതം വിശുദ്ധിയിലേക്ക് നിറയും. അതൊരു പടിപടിയായിട്ടുള്ള ഒരു നിറയലാണ്. ഇപ്പൊ പത്രോസും കൂട്ടരും ഈശോയുടെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നിട്ട് പോലും അവസാനം അവർ വള്ളവും വലയിലേക്കും വീണ്ടും കയറിയത് കണ്ടു.
അപ്പോൾ യേശുവിനോടൊപ്പം യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ വിജയിക്കുകയുള്ളൂ. അതിനുശേഷം അവർ പിന്നെ വലയിടാൻ പോയില്ല. അതിനുശേഷം അവരാരും വലയിടാൻ പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്.